നമ്മളിന്ന് അരിത്തമെറ്റിക് സീക്വൻസ് എന്താണെന്ന് പഠിക്കാൻ പോവുകയാണ്. അരിത്തമെറ്റിക് സീക്വൻസ്. ഞാനൊരു സീക്വൻസാണ് എഴുതിയിരിക്കുന്നത്. എന്താണ് സീക്വൻസ്? കുറച്ച് നമ്പേഴ്സ് ഇങ്ങനെ വരിയായിട്ട് എഴുതിയിരിക്കുന്നു. അതാണ് സീക്വൻസ്. 2, 7, 12, 17, 22, 27, 32. ഈ സീക്വൻസിന് വെറും ഒരു സീക്വൻസ് അല്ല, കുറച്ച് നമ്പേഴ്സ് ഞാൻ വെറുതെ ഒരു തമാശയ്ക്ക് എഴുതിയിരിക്കുന്നതല്ല. ഈ നമ്പേഴ്സിന് എന്തോ ഒരു പ്രത്യേകതയില്ലേ? ആ പ്രത്യേകത ഞാൻ പറയാം. നോക്കിക്കേ, ഈ 2നോട് 5 ആഡ് ചെയ്താൽ 7 കിട്ടും. 7നോട് 5 ആഡ് ചെയ്താൽ 12 കിട്ടും. 12നോട് 5 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 17 കിട്ടും. അതായത് 2നോട് 5 ആഡ് ചെയ്ത് പോയിരിക്കുന്ന ഒരു സീക്വൻസാണിത്. അപ്പോൾ ഒരു നമ്പറിനോട് ഒരു ഫിക്സ്ഡ് നമ്പർ, ഇവിടെ 2നോട് 5 ആഡ് ചെയ്ത് പോയിരിക്കുന്നത്. ഒരു നമ്പറിനോട് ഒരു ഫിക്സ്ഡ് നമ്പർ ആഡ് ചെയ്ത് പോയിരിക്കുന്ന സീക്വൻസാണ് അരിത്തമെറ്റിക് സീക്വൻസ്. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, 2 അല്ലേ ഇതിൻ്റെ ഫസ്റ്റ് ടേമിന് ഞാൻ x1 എന്ന് ഉപയോഗിക്കാം. x1 ചില സ്കൂളുകളിൽ f1 എന്ന് ഉപയോഗിക്കും, ചില സ്കൂളുകളിൽ a1 എന്ന് ഉപയോഗിക്കും. ഞാനിവിടെ x1 എന്ന് എടുത്തുള്ളൂ. നിങ്ങൾ ഏത് സ്കൂളിൽ f1 ഉപയോഗിക്കുന്ന സ്കൂളുകൾ f1 ഉപയോഗിച്ചോ, a1 ഉപയോഗിച്ചോ, അതിപ്പോൾ എന്തായാലും പ്രശ്നമൊന്നുമില്ല. ഞാനിവിടെ x1 എന്ന് എടുത്തു. ഫസ്റ്റ് ടൈമിന് x1 എന്ന് എടുത്തു. സെക്കൻഡ് ടൈമിന് ഞാൻ x2 എന്ന് എടുത്തു. തേർഡ് ടൈമിന് x3 എന്ന് എടുത്തു. ഫോർത്ത് ടൈമിന് x4 എന്ന് എടുത്തു. പിന്നെ x5 എന്ന് എടുത്തു, x6 എന്ന് എടുത്തു, x7 എന്ന് എടുത്തു, x8, x9, x10, x11. ശരിയല്ലേ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അങ്ങനെ 11 ടേംസാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഇതിങ്ങനെ വേണം എത്ര വേണേലും എഴുതാം, കേട്ടോ. അപ്പോൾ 2നോട് 5 വീതം ആഡ് ചെയ്താണ് ഞാൻ ഈ അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് ആഡ് ചെയ്തത്? 5 ആണ് ആഡ് ചെയ്തത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഈ 2ൻ്റെയും 7ൻ്റെയും ഡിഫറൻസ് 5 ആണ്, അല്ലേ? 7 2 5 അല്ലേ? 12ൻ്റെയും ഈ 7ൻ്റെയും ഡിഫറൻസ് 5 ആണ്. അതായത് ഇതിന് കോമൺ ആയിട്ടുള്ളൊരു ഡിഫറൻസ് ഉണ്ട്. ഈ 2 നമ്പേഴ്സിന് കോമൺ ഡിഫറൻസ് ഉണ്ട്. ഈ 2 നമ്പറിൻ്റെ ഡിഫറൻസ് 5 ആണ്. ഈ 2 നമ്പറിൻ്റെ ഡിഫറൻസ് 5 ആണ്. ഈ നമ്പറിൻ്റെ ഡിഫറൻസ് 5 ആണ്. അതായത് അതിന് നമുക്ക് എന്ന് പറയാം കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസിനെ ഡി ആയ ഡി കൊണ്ട് സൂചിപ്പിക്കാം. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ ആഡ് ചെയ്ത് പോയിരിക്കുന്ന നമ്പറാണ്. 2നോട് ആഡ് ചെയ്ത് പോയിരിക്കുന്ന നമ്പർ 5 ആണെന്ന് എല്ലാവർക്കും അറിയാം. അതിനാണ് കോമൺ ഡിഫറൻസ് പറയുന്നത്. കോമൺ ഡിഫറൻസ് ആണെങ്കിൽ ഈ x2 നിന്ന് x1 മൈനസ് ചെയ്താൽ മതി. x2 മൈനസ് x1, അതായത് ഒന്നാമത്തെ ടേം രണ്ടാമത്തെ ടേമിൽ നിന്ന് മൈനസ് ചെയ്യുക. ഈ ടേമിൽ നിന്ന് ഈ ടേം മൈനസ് ചെയ്താൽ ഏത് നമ്പറാണ് കൂട്ടി പോയിരിക്കുന്നതെന്ന് അറിയാം. ഈ മൂന്നാമത്തെ ടേമിൽ നിന്ന് രണ്ടാമത്തെ ടേം കുറച്ചാലും ഈ 5 കിട്ടുന്നത്. അപ്പോൾ കോമൺ ഡിഫറൻസ് ആണെങ്കിൽ സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം ആണെങ്കിൽ കുറച്ചാൽ മതി, അല്ലെങ്കിൽ തേർഡ് ടേമിൽ നിന്ന് സെക്കൻഡ് ടേം കുറച്ചാൽ മതി, അല്ലെങ്കിൽ ഫോർത്ത് ടേമിൽ നിന്ന് തേർഡ് ടേം കുറച്ചാലും മതി. പക്ഷെ നമുക്കൊരു കോമൺ ആയിട്ടൊരു ഫോർമുല ഉണ്ടാക്കുവാൻ എപ്പോഴും ഓർത്തിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? കോമൺ ഡിഫറൻസ് ആണെങ്കിൽ സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം മൈനസ് ചെയ്താൽ മതി. x2 മൈനസ് x1 ആണ് കോമൺ ഡിഫറൻസ്. മിക്ക കുട്ടികളും x1 മൈനസ് x2 എന്ന് എഴുതി വയ്ക്കുക. അങ്ങനെ അല്ല കേട്ടോ. രണ്ടാമത്തെ ടൈമിൽ നിന്ന് ഒന്നാമത്തെ ടൈമാണ് കുറയ്ക്കേണ്ടത്. അതാണ് കോമൺ ഡിഫറൻസ്. മനസ്സിലായല്ലോ? അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് മനസ്സിലായി. അരിത്തമെറ്റിക് സീക്വൻസ് എന്താണെന്ന് മനസ്സിലായി അല്ലേ? ഒരു നമ്പറിനോട് ഒരു ഫിക്സ്ഡ് നമ്പർ, ഇവിടെ 5 ആണ്, 5 വീതം, അല്ലെങ്കിൽ ഏതെങ്കിലും 7 10 ഏതെങ്കിലും നമ്പർ കൂട്ടി ആഡ് ചെയ്ത് പോയിരിക്കുന്ന സീക്വൻസാണ് അരിത്തമെറ്റിക് സീക്വൻസ്. അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ്, അതായത് കൂട്ടി പോയിരിക്കുന്ന നമ്പർ ഏതാണെന്ന് അറിയാൻ സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം കുറച്ചാൽ മതി. ഓക്കെ, അപ്പോൾ കോമൺ ഡിഫറൻസ് കാണാൻ അറിയാം. ഏതൊരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നാലും കോമൺ ഡിഫറൻസ് കാണും. എങ്ങനെ കാണും? സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം കുറച്ചാൽ മതി. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് പറയുന്നത്. ഇപ്പോൾ ഇതിനകത്ത് നമുക്കറിയാം, ഇതിനകത്ത് 11 വരെയുള്ള ടേംസ് നമുക്കറിയാം. 11 വരെയുള്ള ടേംസ് നമുക്കറിയാം. ഈ 11ാമത്തെ ടേം ഇപ്പോൾ നമുക്ക് ഇത്രയും ടേമേ തന്നിട്ടുള്ളൂ. ആദ്യത്തെ 3 ടേമേ തന്നിട്ടുള്ളൂ. ഇങ്ങോട്ട് തന്നിട്ടില്ല. എന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുകയാണ് ഇതിൻ്റെ 11ാമത്തെ ടേം ഏതാണ്? 11ാമത്തെ ടേമിനെ നമുക്ക് x11 എഴുതാലോ. 11ാമത്തെ ടേം എങ്ങനെ കണ്ടുപിടിക്കും? ഏത് ടേം കണ്ടുപിടിക്കാനും ഒരു കോമൺ ഫോർമുലയുണ്ട്.
അപ്പോൾ ഇതായിരിക്കും ക്വസ്റ്റ്യൻ. എന്താണ് ക്വസ്റ്റ്യൻ? 2 ഞാൻ എടുത്തെഴുതാം. 2, 7, 12 ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ 11ാമത്തെ ടേം ഏതാണ്? ഇങ്ങനെ എഴുതി പോകുമ്പോൾ 11ാമത്തെ ടേം ഏതാണ്? ഇങ്ങോട്ടൊന്നും തന്നിട്ടില്ല എന്ന് വിചാരിക്കുക. അത് ഇത്രേ തന്നിട്ടുള്ളൂ. ഈ മുകളിലിരിക്കുന്നതാണ് ക്വസ്റ്റ്യൻ. 2, 7, 12 ഇതിൻ്റെ 11ാമത്തെ ടേം എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം നമ്മൾ കോമൺ ഡിഫറൻസ് കാണും. d = x2 - x1. d = x2 എന്താണ്? x2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ടേം 7 - x1 എന്താണ്? ഫസ്റ്റ് ടേം 2. കോമൺ ഡിഫറൻസ് കിട്ടി 5. ഓക്കെ, ഇനി ഇതിൻ്റെ ഫസ്റ്റ് ടേമിന് x1 എന്ന് പറയാം. ഈ സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേം എന്താണ്? ഈ സീക്വൻസ് തന്നെയാണ് കേട്ടോ. അത് 2 ഫസ്റ്റ് 2. ഈ സീക്വൻസിൻ്റെ ഫസ്റ്റ് ടൈം 2, കോമൺ ഡിഫറൻസ് 5. നമുക്ക് കാണേണ്ടത് എന്താണ്? 11th ടേം, 11ാമത്തെ ടേം. അപ്പം 11th ടേം കാണണമെങ്കിൽ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ നമുക്ക് എത്രാമത്തെ ടേം കാണണ്ടേ? 11ാമത്തെ ടേം അല്ലേ? അതിനേക്കാൾ 1 കുറവ്. 11ാമത്തെ ടേം 11 1 കുറച്ച് എത്രയാണ്? 10. 10d കൂട്ടിയാൽ മതി. അതൊരു ഫോർമുലയാണ്. 11ാമത്തെ ടേം കാണണമെങ്കിൽ ഫസ്റ്റ് ടേമിനോട് കൂടി 10d കൂട്ടിയാൽ മതി. ഏത് ടേം കാണണോ ആ ടേം കാണണമെങ്കിൽ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ ഇപ്പോൾ 11ാമത്തെ ടേം കാണണമെങ്കിൽ അതിനേക്കാൾ 1 കുറവ് 10d കൂട്ടിയാൽ മതി. അങ്ങനെ 50ാമത്തെ ടേം കാണണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? x1ൻ്റെ കൂടെ 50ാമത്തെ ടേം അല്ലേ 1 കുറവ് 49d കൂട്ടിയാൽ മതി. 50ാമത്തെ ടേം കാണണമെങ്കിൽ x1ൻ്റെ കൂടെ 49d കൂട്ടിയാൽ കിട്ടും. 71ാമത്തെ ടേം കാണണമെങ്കിലോ? x 71 71ാമത്തെ ടേം. 71ാമത്തെ ടേം കാണണമെങ്കിൽ x1 ഫസ്റ്റ് ടേമിൻ്റെ കൂടെ x1ൻ്റെ കൂടെ 71 1 കുറച്ചാൽ 70d കൂട്ടിയാൽ മതി. കണ്ടോ? ഏത് ടേം കാണാം. ഏത് ടേമാണോ കാണേണ്ടത് അതിനേക്കാൾ 1 കുറവ് d ഫസ്റ്റ് ടേമിൻ്റെ കൂടെ കൂട്ടിയാൽ ആ ടേം കിട്ടും. 11th ടേം കാണണം. ഞാൻ 1ാമത്തെ ടേമിൻ്റെ കൂടെ x1ൻ്റെ കൂടെ 11ാമത്തെ ടേമിലാണ്ട് 1 കുറച്ചു 10d കൂട്ടുന്നു. നോക്കാം കറക്റ്റാണെന്ന്. x1 ഫസ്റ്റ് ടേം ഇതല്ലേ സീക്വൻസ്? ഇത് തന്നെയാണ് കേട്ടോ സീക്വൻസ്. ഈ സീക്വൻസിൻ്റെ ഫസ്റ്റ് ടൈം 2 2 പ്ലസ് 10d 10 ഇൻറ്റു d എത്രയാണ്? d നമ്മൾ കണ്ടുപിടിച്ചു. d ഈ 7ൽ നിന്ന് 2 കുറച്ചു 5. യെസ്, ഇവിടെ നോക്കാം. ഈ 2നെ മൾട്ടിപ്ലൈ ചെയ്യാനൊന്നുമില്ല, ഇറക്കി എഴുതി. മൾട്ടിപ്ലൈ ആണ്. 5 × 10 50 52 d. 11ാമത്തെ ടൈം എന്ന് പറയുന്നത് 52. ഇനി ഞാൻ ഇതേ സാധനത്തിൻ്റെ 31ാം ടേം 31st ടേം എന്ന് പറയും. 31st ടേം കാണണം. 31ാമത്തെ ടേമിന് x 31 എഴുതാം. 31ാമത്തെ ടേം കാണണമെങ്കിൽ ഞാൻ എത്ര d കൂട്ടണം? ഫസ്റ്റ് ടേമിൻ്റെ കൂടെ 31ാമത്തെ ടേം കാണണമെങ്കിൽ 31 1 കുറയ്ക്കാം 30d കൂട്ടണം. ഈ സീക്വൻസ് തന്നെയാണ്. d എന്ന് പറയുന്നത് നമുക്കറിയാം. x2 നിന്ന് x1 കുറച്ചാൽ മതി. x2 - x1 7 - 2 5. യെസ്, ആദ്യത്തെ സീക്വൻസ് തന്നെയാണ് 5 d. അപ്പോൾ 31ാമത്തെ ടേം കാണണമെങ്കിൽ x1ൻ്റെ കൂടെ 30d കൂട്ടുക. x1 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫസ്റ്റ് ടേം 2. 2ൻ്റെ കൂടെ 31ാമത്തെ ടേം കാണണമെങ്കിൽ 30d കൂട്ടുക. 30d ആഡ് ചെയ്യുക. 2 + 30d 30 ഇൻറ്റു d 5. ദാറ്റ് ഈസ് 2 + 150 152 ആയിരിക്കും 31ാമത്തെ ടേം. അപ്പോൾ ഒരു സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് കാണാൻ അറിയാം. 2ാമത്തെ ടേമിൽ നിന്ന് 1ാമത്തെ ടേം മൈനസ് ചെയ്യുക. ഏത് ടേമും കാണാം. 10ാമത്തെ ടേം കാണണോ? ഫസ്റ്റ് ടേമായ x1ൻ്റെ കൂടെ 10ാമത്തെ ടേം കാണുക 9d കൂട്ടിയാൽ മതി. 20ാമത്തെ ടേം കാണണോ? ഫസ്റ്റ് ടേമിൻ്റെ കൂടെ 19d കൂട്ടിയാൽ മതി. 1000ാമത്തെ ടേം കാണണോ? x1 അതായത് ഫസ്റ്റ് ടേം x1ൻ്റെ കൂടെ 1000ാമത്തെ ടേം കാണണമെങ്കിൽ 999d കൂട്ടിയാൽ മതി. അപ്പോൾ ഒരു കോമൺ ആയിട്ടുള്ള ഫോർമുല കിട്ടി. ഏത് ടേമാണോ കാണേണ്ടത് ആ ടേം കാണണമെങ്കിൽ ഫസ്റ്റ് ടേം x1ൻ്റെ കൂടെ കാണേണ്ട ടേമിനേക്കാൾ 1 കുറവ് d കൂട്ടിയാൽ മതി. 31ാമത്തെ ടേം കാണണമെങ്കിൽ 30d കൂട്ടിയാൽ മതി. ഫസ്റ്റ് ടേമിൻ്റെ കൂടെ 30d കൂട്ടിയാൽ മതി. 81ാമത്തെ ടേം കാണണമെങ്കിലോ ഫസ്റ്റ് ടേം x1ൻ്റെ കൂടെ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ 81ാമത്തെ ടേം കാണണമെങ്കിൽ 80d കൂട്ടിയാൽ മതി. മനസ്സിലായില്ലേ?